19 മാസമായി സൈക്കിളിൽ ലോകം ചുറ്റുന്ന ഒരു മലയാളി. ഏതാണ്ട് 40ഓളം രാജ്യങ്ങൾ പിന്നിട്ടു. ഇനി നേരെ ഗൾഫിൽ നിന്നും പല രാജ്യങ്ങൾ ചുറ്റി കൊച്ചിയിലേക്ക് വരികയാണ്. അരുൺ തഥാഗത് കൊച്ചി സ്വദേശി തന്നെയാണ്. പാരീസിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. അരുൺ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വളരെ സുന്ദരം, വളരെ മനോഹരമായ ഒരു 1.5 കൊല്ലത്തിലേറെ 19 മാസം സുന്ദരമായ ജീവിതം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര തിരഞ്ഞെടുത്തത്? പാരീസിൽ നിന്നും തുടങ്ങാൻ കാരണം എന്താണ്? ലോകം മുഴുവൻ ഇപ്പോൾ യുദ്ധം പല രാജ്യങ്ങളിലുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളും യുദ്ധം നിർത്തി പരസ്പരം ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുമ്പോഴും അതിൻ്റെ ഒളിമ്പിക്സിൻ്റെ മോട്ടോ തന്നെ കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഇതെന്നാണ്, ആ വേഗത്തിൽ നിന്നാണ്. അതായത് എല്ലാം നിർത്തിവെച്ചിട്ട് അവർ ജയിച്ചവരും തോറ്റവരും കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിൽക്കുന്ന വേദി എന്നുള്ളതിലേക്ക്, ലോകം ഒരുമിക്കുന്ന വേദി എന്നുള്ളതിലേക്ക് പാരീസിൽ നിന്ന് ആരംഭിക്കാൻ നേരത്തെ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന്. എന്നാണ് കൃത്യമായിട്ട് അവിടുന്ന് യാത്ര തുടങ്ങിയത്? 2024 ജൂലൈ 24-ാം തീയതി ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ചു. അപ്പോൾ ഒളിമ്പിക്സിന് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വലിയ വിഷമമാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഈഫൽ ടവറിൽ നിന്ന് മനസ്സുകൊണ്ട് ആരംഭിച്ചും കൊടുത്ത് അങ്ങനെ ഇറങ്ങി. പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ കൂടെ ഇതുപോലെ വെറുതെ നടക്കുമ്പോൾ ഒരു ലേഡി എന്നെ കണ്ടിട്ട്, നിങ്ങൾ ഒളിമ്പിക്സിന് പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറയും ഇല്ല, ഇങ്ങനെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ, നിങ്ങളിവിടെ വന്നിട്ട് ഒളിമ്പിക്സിന് പോകാത്ത കഷ്ടമാണ്. ഞാൻ പറയും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ 600 യൂറോ ടു 1200 യൂറോ എന്നോ 1 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട് ടിക്കറ്റിന്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളത്തെ എൻ്റെ കയ്യിൽ 2 ടിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്കതിൽ ഒന്ന് ഹോക്കി, നമ്മളെ ഇന്ത്യൻ ടീമുള്ള ഹോക്കിയുടെ, പിന്നെ ഒളിമ്പിക്സിൻ്റെ മെയിൻ സ്റ്റേഡിയത്തിലെ അത്ലറ്റിക്സിൻ്റെ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാനപ്പോൾ മെയിൻ സ്റ്റേഡിയം ഒന്ന് കാണുകയും അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെയിൻ സ്റ്റേഡിയത്തിലെ അത്ലറ്റിക്സിൻ്റെ ടിക്കറ്റ് അവർ എനിക്ക് തന്നു. അങ്ങനെ അതുവരെ കാണാൻ ഭാഗ്യം കിട്ടി. ഇപ്പോൾ എത്ര രാജ്യങ്ങൾ മുഴുവനായിട്ട് പിന്നിട്ടു? ഈ യാത്രയിലെ ഒരു വലിയ ചലഞ്ച് എന്തായിരുന്നു ശരിക്കും? യാത്ര തന്നെ ഒരു ചലഞ്ചാണ്. ഇപ്പോൾ ഈ മൊത്തം 60 രാജ്യങ്ങളായി. ഈ ട്രിപ്പിൽ മാത്രം 40 യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു. അതിൻ്റെ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു? കൃത്യമായൊരു റൂട്ടൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്പിലെ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ബൈക്ക് പാത്ത് ഉണ്ട്. യൂറോ വെലോ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യൂറോ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ, വെലോ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ ബൈക്കിനെ, സൈക്കിളിനെ പറയുന്നതാണ് വെലോ എന്ന്. അത് അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 16-17 റൂട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലൂടെയും നമുക്ക് പരസ്പരം സൈക്കിളിൽ തന്നെ നീങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രാൻസിൽ നിന്ന് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി, സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയക്ക് പോയി, ജർമ്മനി, അങ്ങനെ ചെക്ക്, അങ്ങനെ നീങ്ങി യൂറോപ്പ് തന്നെ ഏതാണ്ട് യൂറോപ്പ് മുഴുവനും ചുറ്റിക്കറങ്ങി തുർക്കിയിൽ വന്ന്, തുർക്കിയിൽ നിന്ന് സൗദിക്ക് എത്തി, സൗദിയിൽ നിന്ന് ബഹ്റൈൻ, ഖത്തർ കടന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ദുബായിലെത്തി. ഇനി ദുബായിൽ നിന്ന് എൻ്റെ മനസ്സിലുള്ളത് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, നേപ്പാൾ വഴി ഇന്ത്യയിലേക്കാണ്. പക്ഷേ അവിടേക്ക് പൈസ ആണ്, ഏപ്രിലാകും അവിടേക്ക് നീങ്ങണമെങ്കിൽ. യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ പല സ്വപ്നങ്ങളും പല ആശയങ്ങളും ഉണ്ടായിരുന്നു. യാത്രയിൽ നിന്നും മനസ്സിലായത് എന്താണ്? ലോകം സുന്ദരമാണ്, ആളുകൾ നല്ലവരാണ്, ജീവിതം ലളിതമാണ്, ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നിങ്ങളെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സഹായിക്കും. നമ്മൾ അവർക്ക് ശല്യമാകാത്തിടത്തോളം കാലം. സൈക്കിൾ തന്നെ ആയിരുന്നു ഏറ്റവും വലിയ കൂട്ട്. എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞാൻ പറയുക അങ്ങനെയാണ്. എന്നെ ചതിക്കാത്ത, ഒരു വിധത്തിലും ഒരു പരിഭവവും ഇല്ലാതെ എന്നോടൊപ്പം ഇത്രയും കാലം എല്ലാം സഹിച്ച് മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ട് എന്നോടൊപ്പം നിന്ന പ്രിയപ്പെട്ട ഗേൾ ഫ്രണ്ട്. കൊച്ചിയിൽ എവിടെയാണ് ഫാമിലി? അച്ഛനമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ട്. കൊച്ചി അമ്പലമുകളിലാണ് വീട്. ഞാൻ കളക്ടറേറ്റിലെ ജീവനക്കാരനാണ്. കളക്ടറേറ്റിന് ശമ്പളമില്ലാത്ത അവധി എടുത്തിട്ടാണ് യാത്ര. ഇതിനു മുമ്പും ശമ്പളമില്ലാത്ത അവധി എടുത്ത് തന്നെയായിരുന്നു. ഒരു 5.5 കൊല്ലം ഇന്ത്യ മുഴുവൻ കറങ്ങി. പിന്നെ 1 കൊല്ലം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ, മ്യാൻമാർ, തായ്ലൻഡ്, അങ്ങനെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൂടെ 1 കൊല്ലം, കൃത്യം 1 കൊല്ലം എടുത്തൊരു യാത്ര നടത്തിയിരുന്നു. അതും സൈക്കിളിൽ തന്നെയായിരുന്നു. അതെന്താ സൈക്കിൾ യാത്ര? ഇതിനകത്ത് പോകുമ്പോൾ നിങ്ങൾ കാണുകയും നിങ്ങളെ കാണുകയും ചെയ്യും. കുറേ കൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ആ രാജ്യത്തെ സംസ്കാരത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു ബാക്ക് പാക്കറായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ സിറ്റി ടു സിറ്റി കേന്ദ്രീകരിച്ചാവും. യഥാർത്ഥ സംസ്കാരത്തിലേക്ക്, അതായത് സാധാരണക്കാരിലേക്ക് നമ്മൾ വളരെ അപൂർവമായിട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഗ്രാമങ്ങളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതം തോന്നണോണ്ട് ഒരു ആദരവൊക്കെ ഉണ്ടായി അവർ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അല്ല, പക്ഷേ ഇത്രയും നീണ്ട ഒരു യാത്രയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഭക്ഷണമൊക്കെ എന്തുകൊണ്ടൊക്കെയോ വലിയ കുഴപ്പമില്ല, ഭാഗ്യത്തിന് കടന്നുപോയി. പിന്നെ ഞാൻ ഭക്ഷണത്തിൽ എന്തായാലും ചില നിയന്ത്രണങ്ങളുണ്ട്. ഓയിലി ആയിട്ടുള്ളൊന്നും കഴിക്കില്ല. പിന്നെ പെട്ടെന്ന് വിളിച്ചാലും, ആളുകൾ ഹോട്ടലിലേക്ക് വിളിച്ചാലും അങ്ങനെ ചിലതൊന്നും കഴിക്കാതെ ഒഴിഞ്ഞു മാറും. എന്നാലും പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സോ പച്ചക്കറികളൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. കുറെ നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ടാവില്ലേ ഈ യാത്രയില്? ആ ഒരു മറക്കാത്ത മുഖങ്ങള്. ഞാൻ പാരീസിൽ തന്നെ, പാരീസ് യാത്ര ആരംഭിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പാരീസിൽ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലഗുകളൊക്കെ ഉണ്ടല്ലോ, കുത്തിയിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വണ്ടിയിൽ കേരള എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേരള എന്ന് എഴുതിക്കൊണ്ട്. ഇത് കണ്ടിട്ട് ഒരു ചൈനീസ് ലേഡി എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവർക്ക് രാത്രി 12 മണിയായിട്ടുണ്ട് സമയം. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട്, ഇവർ ടിബറ്റ് അഭയാർത്ഥിയാണ്, അതായത് ചൈനയിൽ നിന്ന് ടിബറ്റിലെ അഭയാർത്ഥിയായിട്ട് അവർ കേരളത്തിൽ താമസിച്ചിട്ടുണ്ട്. അവരിപ്പോൾ
ഫ്രാൻസ് അവരെ അഭയാർത്ഥിയായിട്ട് സ്വീകരിച്ച് അവർക്ക് ഫ്രാൻസ് തന്നെ ഒരു ചെറിയ വീട്, കുറച്ച് ചെറിയൊരു 500 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു 50,000 രൂപ അവിടെ ജസ്റ്റ് ജീവിക്കാനുള്ളൊരു തുക അത്രയും കൊടുത്ത് അവരെ അഭയാർത്ഥിയായിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ അവർ രാത്രി വീട്ടിലേക്ക് പോകണ വഴിക്കാണ് അവർ എന്നെ കാണുന്നത്. ഈ കേരളം എന്ന് കണ്ടുകൊണ്ട് അവർക്ക് കേരളം ഭയങ്കര പ്രിയപ്പെട്ടാണ്. അങ്ങനെ എന്നോടിരുന്ന് അവർ 1 മണിക്കൂറാണ് കേരളത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് അവരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് പോകാൻ നേരത്തെ അവരെനിക്ക് 50 യൂറോ, അവർക്ക് ആകെ കിട്ടുന്നത് 400 യൂറോയിൽ 50 യൂറോ എൻ്റെ കയ്യിലേക്ക് വരികയാണ്. യാത്ര ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അവർ കണ്ണൊക്കെ നിറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് എൻ്റെയും കണ്ണൊക്കെ ഇല്ലാണ്ടായി. അപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി ഈ യാത്ര വേറൊരു ലെവലിലേക്ക് പോവുകയാണ് എന്ന്. ദുബായിലെ സഹായം, ദുബായിൽ ആരാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? പല മനുഷ്യരും, നല്ല മനുഷ്യരും ഒരുപാടുണ്ട് ദുബായിൽ തന്നെ. ഇപ്പം ഞാൻ അദ്ദേഹം പേര് പറയരുതെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് തായ്ലാൻഡ് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഒരു 10-40,000 രൂപ അവിടേക്ക് ഞാൻ എൻ്റെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് അയച്ചു തന്ന് ഒരാളുണ്ട്. അതിനുശേഷം ദുബായിൽ വന്നപ്പോഴും അദ്ദേഹം പലവട്ടം എനിക്ക് പൈസ തന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെയാണ് യാത്ര നീങ്ങുന്നത്. അതുപോലെ ധാരാളം പേരുണ്ട്. ദുബായിൽ ഒരുപാട് മലയാളികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പേര് ഞാൻ കണ്ടപ്പോൾ അരുൺ തഥാഗത് അതൊരു പ്രത്യേകത തോന്നുന്നു. നേരത്തെ ഉത്തരേന്ത്യയിലൂടെയൊക്കെ സാധാരണ ബാക്ക് പാക്കറായിട്ട് ഒരു 5.5 വർഷത്തോളം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും അവിടെയുള്ളവർ സർനെയിം ക്യാഹേ എന്ന് ചെയ്യും. അവർക്കറിയേണ്ടത് നമ്മുടെ ജാതി എന്ത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജാതി ഇല്ലാത്ത, മതമില്ലാത്ത ഏതെങ്കിലും ഒരു പേര്, സർനെയിം എന്തായാലും പേരിനെ മനോഹരമാക്കും, ഒരു സർനെയിം എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് ബുദ്ധൻ്റെ വഴികളിലൂടെയാണ് സഞ്ചാരം. നോക്കിയപ്പോൾ ബുദ്ധൻ സംസാരിച്ചിരുന്ന ഭാഷയാണ് പാലി. ആ പാലി ഭാഷയിൽ ബുദ്ധൻ എന്നർത്ഥം വരുന്ന വാക്കാണ് തഥാഗത് മീൻസ് വൺ ഹു അറ്റൈൻഡ് എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ ഞാൻ ആ വാക്കെടുത്തു, ജാതി മതം ഇല്ലാത്ത ഒരു സാധനം. പിന്നെ ചില വാക്കുകൾ നമ്മളോടൊപ്പം ചേരുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിൽ സ്വാധീനം ചെലുത്തും. ഇനിയിപ്പോൾ യാത്രകൾ എന്തായാലും നമുക്ക് നിർത്താൻ പറ്റില്ല, തുടങ്ങി കിട്ടിയാൽ നിർത്താൻ പാടാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി സൗത്ത് അമേരിക്കയിൽ നിന്ന് നോർത്ത് അമേരിക്ക വരെ, കാനഡ വരെ, അതായത് അർജൻറ്റീന ടു അലാസ്ക അടുത്തത് ഉടനെ തന്നെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കടമൊക്കെ തിരിച്ചടച്ച് അതിന് സ്പോൺസർമാരെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും എല്ലാം സന്തോഷമാട്ടെ. ഓൾ ദ ബെസ്റ്റ്.